നമ്മളെ പരിസരത്തുള്ള പല സ്കൂളിന്റെ മൂലയിലും ഇത് അവൈലബിൾ ആണ്. ഇന്ന സ്കൂളിൻ്റെത് ഞാൻ പറയുന്നില്ല, ആ സ്കൂളുകൾക്ക് ഒരു ഡാമേജ് വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഒരു കുട്ടിയും അതിൽ പെട്ടുപോകരുത്. കുട്ടികൾ വെറുതെ ഒരു ത്രില്ലിന് വേണ്ടി തുടങ്ങും. അതിന് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? കഞ്ചാവ് എന്ന് പറഞ്ഞ ഒരു ചെടിയല്ലേ, ആ ചെടി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? ആ ചെടി എന്ന് പറഞ്ഞ സാധനം ഭൂമിയിൽ പഴച്ചുണ്ടാക്കിയത് തന്നെയല്ലേ എന്നൊക്കെയാണ് പറയാ. ഇതാണ് ക്ലാസ് എടുക്കുന്ന ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുക. പക്ഷേ ദോഷകരമായി എന്തൊക്കെയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സർപ്പത്തെ പിടിച്ച് തിന്നൂടെ? സർപ്പവും ഈ ഭൂമിയിലുള്ളത് തന്നെയല്ലേ. ഈ ഭൂമിയിൽ ചിലപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ പലതുണ്ടാവും. ഒരു പകലിന് ഇരുട്ട് പോലെ ചിലപ്പോൾ ഇവിടെ കിടക്കുന്ന വിഷങ്ങളെ മുഴുവൻ സ്വാംശീകരിച്ചിട്ട് ഉള്ളിലേക്ക് വാവാഹിച്ചെടുക്കുന്ന ഒന്നാകാം ഒരു പക്ഷേ നമ്മുടെ ഈ സർപ്പം എന്ന് പറയുന്നത്. അപ്പൊ ആ സർപ്പങ്ങളെ കഴിക്കാൻ പറ്റുമോ? ചൈനയിലും അവിടെ ഇവിടെയൊക്കെ കഴിക്കാറുണ്ട് വിഷമില്ലാത്ത പാമ്പുകളെ. അത് അവരുടെ ഒരു സംസ്കാരമാണ്. ചൈനയിലെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ പാമ്പ് പൊരിച്ചതൊക്കെ നമുക്ക് സ്ഥിരമായ കാഴ്ചയാണ്. മുതലയെ പൊരിച്ചിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എന്ത് തന്നെ വന്നാലും നമ്മൾ ക്ഷമയോടുകൂടി പ്രസംഗിക്കണം എന്നാ. മൈക്ക് കേടുന്നാലും എന്തായാലും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വൈകല്യങ്ങളിലേക്ക് പോകരുത്. എന്റെ പ്രിയപ്പെട്ട മക്കളോട്, പാറമ്മൽ കുടുംബത്തിലെ കുട്ടികളോട്, ഒരു പക്ഷേ ഇത് ഇന്ന് നമുക്ക് ലഭിക്കാൻ നിങ്ങളത് തേടി പോകേണ്ടതില്ല. നിങ്ങളെ തേടി ഈ സാധനം വരും. ഈ അടുത്ത കാലത്ത് ഞാനൊരു കുട്ടിയെ കൗൺസിലിംഗ് നടത്തിയപ്പോ ഇതേപോലെ തന്നെ ഒരാൾ വിട്ടതായിരുന്നു. ആ കുട്ടിയെ കൗൺസിലിംഗ് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഉമ്മപ്പുറത്തിരുന്നോട് പറയാണ്, സാറേ എന്റെ കുടുംബക്കാര് കളവ് പറയാണ്, എന്റെ നാട്ടുകാർ കളവ് പറയാണ്, എന്റെ ഈ കുട്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഉമ്മ ഇങ്ങനെ കുട്ടിയെ ന്യായീകരിക്കുകയാണ്. എന്റെ കുട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. കൊറോണയിൽ ഇരുത്താൻ തുടങ്ങിയതാ, പിന്നെ വീട്ടിൽ നിന്ന് വല്ലാണ്ട് ഇറങ്ങിയിട്ടില്ല, പീഡിയ വരെ ഒന്ന് പോകും വരും. ഇത് മാത്രമാണ് ഈ ഉമ്മ പറഞ്ഞത്. ഞാൻ ആ ഉമ്മയെ പുറത്താക്കിയിട്ട് കുട്ടിയോട് ചോദിച്ചു, മോനെ നിന്റെ സത്യസന്ധമായി നീ പറ, ഇതിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ കുറെ നൂലാമാലകൾ പിന്നിൽ വരുന്നതൊക്കെ അതിന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, സാർ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ചോദിച്ചു, മോനെ, അവൻ ഉപയോഗിക്കുന്നതാകട്ടെ MDM എന്ന സാധനമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ എങ്ങനെയാ നിനക്കത് കിട്ടിയത്? അപ്പൊ ഞങ്ങൾക്ക് പോലും പഠിപ്പിച്ചു തരൽ ഇവരാണ്. അതാ രസം, നമുക്കത് അറിയില്ലല്ലോ. ഈ കുട്ടി പറഞ്ഞ എന്താണെന്നറിയോ? സാർ ഇതിപ്പോ ഗൂഗിൾ അവൈലബിൾ ആണ്. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ കൊടുന്നു കൊടുക്കണതല്ല. ഗൂഗിളിൽ കയറി സാധനത്തിലേക്ക് പോയാൽ ഇത് കൊടുന്നു കൊടുക്കാനുള്ള ഏജന്റുമാരുണ്ട്. അവരത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഗൂഗിൾ മാപ്പ് ഇട്ട് തരും. ഈ ഗൂഗിൾ മാപ്പ് ഇട്ട് തരുന്നതിന് മുമ്പ് പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും. ഈ കുട്ടി പറയാൻ, അപ്പൊ ഞാൻ ഉമ്മാന്റെ മൊബൈൽ എടുത്തിട്ട് ഉമ്മാന്റെ ഈ സംഭവമൊക്കെ എനിക്കറിയാം, ഏത് ഈ GPay എന്ന് പറഞ്ഞ സാധനമല്ല, ഗൂഗിൾ പേ, അതിൽ പേ ചെയ്യും. ഉമ്മ അത് അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇവൻ പീഡിയ വരെ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് പോവാൻ. ഉമ്മന്റെ വിചാരം എന്താ, അടുത്തുള്ള പീഡിക പോണെന്നാണ്. അപ്പൊ ഈ ഗൂഗിൾ മാപ്പിൽ ഇവൻ പറയാണ്, ഞങ്ങളുടെ നാട്ടിലൊരു കടയുണ്ട്, എല്ലാരും പോയി സാധനം വാങ്ങുന്നേ, അതിന്റെ അവിടെ ഒരു മതിലുണ്ട്, ആ മതിലിന്റെ അവിടെ ഒരു ചെറിയ പൊത്തുണ്ട്, ആ പൊത്തിൽ അത് വെച്ചിട്ട് ഒരു കല്ലും വെച്ച് അടച്ചിട്ട് ഈ ഫോട്ടോ സഹിതം ഇവൻക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുക്കാണ്. ഇവൻ ഗൂഗിൾ മാപ്പ് ഓൺ ആക്കി കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ മാപ്പ് കൊണ്ടെത്തിക്കുന്നത് ഈ കല്ലുമ്മൽക്കാണ്. ആ കല്ലെടുത്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇവന് കിട്ടും. ഇത്ര അവൈലബിൾ ആണ്. ഞാനത് കിട്ടുന്ന വഴികൾ പറയല്ല, ഇത്ര അവൈലബിൾ ആണ്. ഇങ്ങനെ അവൈലബിൾ ആയ ഒരു സാധനം എപ്പോഴും നമ്മുടെ മക്കൾ കുടുങ്ങാൻ സാധ്യതയുണ്ട്. ഒരു മദ്രസയിലേക്ക് പോകുന്ന ഒരു കുട്ടി 12-13 വയസ്സായിട്ടുള്ളൂ. മദ്രസയിലേക്ക് പോകുമ്പോ ഒരാൾ വന്നിട്ട് ബൈക്കിൽ വന്നിട്ട് ചോദിച്ചത്രേ, മോനെ ഇന്ന സ്ഥലത്തേക്കുള്ള വഴി ഏതാ? വഴി നിങ്ങൾക്ക് അറിയാം, ഈ ജില്ലപ്പെട്ട തന്നെയാണ്. പക്ഷെ ഞാൻ ആ സ്ഥലം പറഞ്ഞില്ലേ അവരെ മോശാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, ഇന്ന സ്ഥലത്തേക്കുള്ള വഴി ഏതാ? ഒരു പുറത്തുള്ള ഒരാൾ വന്നിട്ട് ബുള്ളറ്റുമ്പോ വന്നിട്ട് പറയുമ്പോ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. ചെറിയ കുട്ടികളോട് വഴി വയ്ക്കല്ലേ, അവൻ ഇങ്ങനെ പോയാൽ മതി കാക്ക, അവിടെ പോയിട്ട് വലത്തെ തിരിവ് എന്നൊക്കെ പറഞ്ഞു. ഇയാൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് തന്നെ വന്നു, നല്ല മിടുക്കനാട്ടോ, നല്ല കുട്ടിയാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, നിന്റെ സ്മാർട്ട്നെസ് എനിക്ക് നല്ലാണ്ട് പിടിച്ചു, അതുകൊണ്ട് ഈ മോനെ മിഠായി കഴിച്ചോ എന്ന് പറഞ്ഞ് ഒരു മിഠായി കൊടുത്തു. ഈ പാവം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കറിയില്ലായിരുന്നു, വെറും 13 വയസ്സുള്ള മോൻ കറിയില്ലായിരുന്നു ഇയാൾ കൊടുത്ത ഈ മിഠായി മയക്കുമരുന്നിന്റെ മിഠായിയാണ് എന്ന്. ഇത്രമാത്രം നമ്മളെ കുട്ടികളെ വഴിപിഴപ്പിക്കുന്ന ഒരു കാലത്ത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കണം, കുട്ടികൾ മനസ്സിലാക്കണം, നമ്മൾ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരു ലോകം കടന്നു വരണം. പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമുക്കും വളരാം നമ്മുടെ മക്കളോടൊപ്പം, നമ്മുടെ മക്കളെ പഠിപ്പിക്കും. ദാ നിങ്ങളുടെ കുടുംബത്തിൽ ഇഷ്ടം പോലെ ഉദ്യോഗാർത്ഥികളുണ്ട്, ഒരുപാട് അധ്യാപകരുണ്ട്, ഒരുപാട് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ. ഞാൻ പറഞ്ഞല്ലോ, സിവിൽ സർവീസിനേക്കാൾ അപ്പുറത്തേക്ക് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷൻ ഇന്ത്യയിലില്ല. അതുവരെ പാസ്സായ ഒരു സഹോദരൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒരുപാട് ബിസിനസ്സുകാരുണ്ട്, പ്രിയപ്പെട്ട ഹാജിക്കയെ പോലെയുള്ള ബിസിനസ്സുകാരുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ സമീപിക്കൂ. ഞാൻ നിങ്ങളേക്ക് ചില നിർദ്ദേശങ്ങൾ വെക്കുകയാണ്. എല്ലാം നിങ്ങൾക്കറിയുമായിരിക്കും, പക്ഷേ ചില നിർദ്ദേശങ്ങൾ വെക്കുകയാണ്. ഒന്ന്,
നമ്മുടെ കുടുംബത്തെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചെറിയ കുട്ടി മുതൽ അവിടെ വയസ്സായ ആളുകൾ വരെ ഒരു ശൃംഖലയുണ്ട്. ആ ശൃംഖലയെ മുഴുവൻ നമുക്ക് സംരക്ഷിക്കാൻ പറ്റണം. അതിനെന്താ ചെയ്യണ്ടേ? ചെറിയ മക്കൾക്ക് വേണ്ടി നിർദ്ദേശം മാത്രമാണ് കേട്ടോ. ചെറിയ മക്കൾക്ക് വേണ്ടി പട്ടം പറത്തൽ മത്സരം പോലെയുള്ള മത്സരങ്ങൾ നടത്തണം. കുട്ടികൾക്ക് വേണ്ടി ചില കിഡ്സ് സോണുകൾ ഉണ്ടാക്കണം. കിഡ്സ് ക്ലബ് എന്നോ കിഡ്സ് സോൺ എന്നോ വെക്കണം. എന്നിട്ട് ഇങ്ങനത്തെ പരിപാടി വരുമ്പോ പട്ടം പറത്തൽ മത്സരം അപ്പുറത്ത് നടക്കണം. അത് കടപ്പുറത്ത് പോയാൽ കുറച്ചും കൂടി രസവും. കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് പട്ടത്തിന് എത്ര പൈസ? 10 രൂപ 20 രൂപ ചിലപ്പോൾ 50 രൂപ ഉണ്ടാവുള്ളൂ. അത് മറത്തുന്ന മത്സരം കുട്ടികൾ എല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും. കാരണം കുട്ടികളെ വെറുതെ വിട്ടേക്കരുത്. കുഞ്ഞുനാളിൽ അവരോടൊപ്പം കളിച്ചവരെ മരണം വരെ അവർ മറക്കില്ല. കുട്ടിക്കാലത്ത് അവരെ കളിപ്പിച്ചവരെ ഒരിക്കലും ജീവിതത്തിൽ അവർ മറക്കില്ല. നിങ്ങൾക്കൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ കുറെ എളാപ്പാരും മൂത്താപ്പാരൊക്കെ. ആ എളാപ്പാരും മൂത്താപ്പാരും നമ്മളെ കൂടെ കളിച്ചതേ നമുക്ക് ഓർമ്മ ഉണ്ടാവും. എന്റെ ഉപ്പാപ്പാന്റെ കബറിങ്ങ പോകുമ്പോ എന്റെ കണ്ണ് നിറയാറുണ്ട്. എന്റെ ഉപ്പാപ്പ എന്നെ ഒരടി പോലും അടിച്ചിട്ടില്ല. ഒരടി പോലും. കുട്ടിക്കാലം മുതലേ കൊണ്ടു നടന്നത്. 10:30 മണിക്ക് ജുമാക്ക് പോവും. 10 വയസ്സുള്ള സമയത്ത് എന്നെ ജുമാക്ക് കൊണ്ടുപോകുന്നത്. മുത്തവല്ലിയായതിന്റെ പേരിൽ അവിടെ പോയിട്ട് അങ്ങനെ ഇരിക്കല. 3 അൽക്കഫ് കഴിഞ്ഞാലും സംഭവം ബാങ്ക് കൊടുത്തിട്ടുണ്ടാവില്ല. അത്രയും നേരത്തെ പോവും ഉപ്പാപ്പ പള്ളിയിലേക്ക്. ഇങ്ങനെ പോയിരുന്നൊരു കാലം. എന്റെ ഉപ്പാപ്പാനെ കുറിച്ച് എനിക്ക് ആലോചിക്കുമ്പോ പെരുന്നാൾ വരുമ്പോ കൊമ്പപ്പടക്കം കൊണ്ട് ഇങ്ങനെ ഞങ്ങളെ ചുറ്റിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ച ഉപ്പാപ്പാനെയാണ് ഞങ്ങൾക്ക് ഓർമ്മ വരിക. അതുകൊണ്ട് കുട്ടികളെ വെറും ഉപദേശിച്ചാ പോരാ. ഞാൻ എന്റെ രക്ഷിതാക്കളോട് പറഞ്ഞത്, ഇവിടുത്തെ ഉമ്മമാരോടും ഉപ്പമാരോടും പറഞ്ഞത് ഒരു നിർദ്ദേശം പോലെ പറയാണ്. എന്റെ മോനാണ് ഇപ്പൊ ഇവിടെ എന്നെ വിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഞങ്ങൾ കൂട്ടുകാരെ പോലെ കഴിയുന്നത്. ഞാൻ എന്റെ കുട്ടികളെ കുറിച്ച് പറയല്ല, ഒരു പോസിറ്റീവ് പറഞ്ഞോട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് 5 മക്കളും ഇന്നേ വരെ നോ എന്നൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. മൂത്താളിപ്പോ PGക്ക് പോവാരായി, ഡിഗ്രി കഴിഞ്ഞിട്ട് PGക്ക് പോവാരായി. ഈ മാസം UK പോവാ. 2 പേരും മൂത്ത 2 ആൾക്കാരും. ഇന്നേ വരെ അത് ഇങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് വെക്കുക, അല്ലെങ്കിൽ ഇന്നോടത്ത് പോകാന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ പോയിക്കോളാം എന്നുള്ള വാക്ക് പോലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എന്റെ മക്കൾ എന്നോട് പറഞ്ഞിട്ടില്ല. അതിന്റെ വലിയ മുടുക്കൊന്നുമല്ല. പക്ഷെ എനിക്കറിയാം, ഞാൻ അവരെ കളിപ്പിച്ചേ വളർത്തിയിട്ടുള്ളൂ. അടിക്കാനുള്ള സാഹചര്യങ്ങളും ഭയങ്കര അലറി വിളിച്ച് വഴക്ക് കൂടാനുള്ള സാഹചര്യങ്ങളും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അവരും ഉണ്ടാക്കിയിട്ടില്ല. ഇതൊരു വലിയ മാജിക് ഒന്നുമല്ല. നമ്മുടെ മക്കളെ കൂട്ടുകാരെ പോലെ വളർത്തണം. കുളിക്കാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് പോയാൽ നമ്മളെ മക്കളെ പിടിച്ചുണ്ടേണ്ടത് നമ്മളാണ്. നമ്മൾ പഴയ പോലെ ഭയങ്കര ബലിഷ്ഠമായ ആളായി ഞാൻ ഭയങ്കര കാരണവരാന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. കുട്ടികളോട് കളിക്കുന്നവർ അവർക്ക് വലിയ ഇഷ്ടമാണ്. ഉമ്മമാരായാലും ഉപ്പമാരായാലും. വാപ്പാനെ പിടിച്ചിട്ട് കുളത്തിലേക്ക് ഉന്തേണ്ടത് 3 മക്കളും കൂടിയാണെന്ന്. ഭയങ്കര സ്നേഹമായിരിക്കും. അത് കഴിയുന്നെങ്കിൽ ഒറ്റ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. അതൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു പ്ലേറ്റിൽ നിന്ന് എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുമ്പോൾ അങ്ങോട്ട് കോഴി കഷ്ണിട്ടെടുത്ത് ഇങ്ങോട്ട് കോഴി കഷ്ണെടുത്ത് ശീലായാല് പറമ്പ് വീതിക്കുമ്പോ പറയാം, ആ പറമ്പ് ഇജ്ജെടുത്തോ, എനിക്കത് വേണ്ട, അനക്കട 2 പെൺകുട്ടികളല്ലേ, അങ്ങനെ പറയും. ഈ ഒരു കൾച്ചർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ മക്കളെ സ്നേഹപൂർവ്വം വളർത്തണം. അവരൊരിക്കലും കുറ്റപ്പെടുത്തരുത്. ഇനി ഒരു ദിവസം അവർ മുടി വെട്ടിയിട്ട് വന്നെന്ന് വിചാരിക്കും, എങ്ങനെങ്കിലൊക്കെ മുടി വെട്ടിയിട്ട് പോയി വെട്ടടാന്ന് പറഞ്ഞാൽ അടുത്ത 100 ഉറുപ്പിക എടുത്തു കൊടുക്കല്ല, കൈയൊന്ന് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ നെഞ്ചത്ത് ചേർക്കണം. ഉഷാറായിട്ടുണ്ടടാ വെട്ടല്, പക്ഷെ കുറച്ചൊന്ന് കുറക്കണമായിരുന്നു, ഇത്ര വേണ്ടിണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ തന്നെ പോയിട്ട് എന്താവും, അത് വെട്ടിക്കോളും. അങ്ങനെ ഒരു നിർദ്ദേശം പോലെ പറഞ്ഞു കൊടുത്തിട്ട് മെല്ലെ അവരെ മാറ്റലാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇമ്പോസ് ചെയ്തിട്ട് ദീന് നടപ്പിലാക്കിയിട്ടില്ല. ഇമ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുത്തിച്ചെലുത്തിയിട്ട് പോയി നിസ്കരിക്കുക എന്ന് അലറി വിളിച്ചിട്ട് ഒരു മക്കളോടും പറഞ്ഞിട്ടില്ല, ഒരു സഹാബി കുട്ടികളോടും പറഞ്ഞിട്ടില്ല. പകരം നിസ്കരിച്ചാൽ എന്ത് കിട്ടും, അതിന്റെ പ്രതിഫലം എന്തൊക്കെയാണ് പറഞ്ഞ് 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 അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടായിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് നമ്മളെ കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏത് ക്ലാസ്സിൽ, ഇവിടെ ഒരുപാട് ക്ലാസ് റൂം ഉണ്ട്. ക്ലാസ് റൂമിന്റെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന ആൾക്കാർ, ഇപ്പൊ മുസ്തഫ സാറ് അതവിടെ എവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്റെ പഴയ കൂട്ടുകാരനാണ്. മുസ്തഫ സാറാകട്ടെ, അപ്പുറത്ത് മജീദ് സാറാകട്ടെ, ഒരു സംഘാടനത്തിൽ ഇതൊന്നും ശ്രദ്ധിക്കണില്ല. മുസ്തഫ സാർ എടുക്കോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുസ്തഫ സാർ അതിനൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പകാലം മുതൽ, ഞങ്ങൾ 20 വയസ്സിൽ അധ്യാപകർ, 23 വയസ്സിൽ അധ്യാപകരായതാ ഞങ്ങളൊക്കെ. 23 വയസ്സിൽ അധ്യാപകരാകുമ്പോൾ ഞങ്ങൾ പഠിപ്പിക്കാൻ ചെല്ലുന്നത് 20 വയസ്സുള്ള കുട്ടികളെയാണ്. അതാ രസം. എൻ്റെ ആദ്യത്തെ വിദ്യാർത്ഥികളും ഞാനും തമ്മിലുള്ള വ്യത്യാസം തന്നെ 3 വയസ്സിൻ്റെതാണ്. അഥവാ PG കഴിയുന്നു, നേരെ പഠിപ്പിക്കാൻ എത്തുന്നു, ഡിഗ്രിക്ക് പഠിപ്പിക്കുന്നു. അതായിരുന്നു ഞങ്ങൾക്ക് ഒരു ഗതി ഉണ്ടായിരുന്നത്. അധ്യാപകരായ ആളുകൾ കുട്ടികളോടൊപ്പം സുന്ദരമായി കളിക്കുന്നവരെയാണ് കുട്ടികൾ ഇഷ്ടപ്പെടുന്നത്, അടിക്കുന്ന അധ്യാപകരെയല്ല. ചില അധ്യാപകർ പറയും, ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാൽ കുട്ടികളെ കണ്ണ് നിശബ്ദമാകുന്നു. അയാൾ കരടിയൊന്നുമല്ലല്ലോ കുട്ടികളൊക്കെ പാടെ നിശബ്ദമാകാൻ. ഞാൻ കളിയാക്കി പറയല്ലോ കേട്ടോ. എന്നാൽ അയാൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ക്ലാസ് റൂമുകളിൽ നിന്ന് സർ
സാർ എന്ന് പറഞ്ഞ ഇങ്ങനെ കൈപ്പൊക്കണം. അതാണ് നല്ല അധ്യാപകൻ. കാരണം സ്നേഹനിധിയായിരിക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സ്കൂളിന്റെ പേര് ഗുഡ് ഷെപ്പേർഡ് എന്നാണ്, നല്ല ആട്ടിടയൻ എന്നാണ്. അതിന്റെ അധിപനുണ്ട് തോമസ് എന്ന് പറയുന്ന സാറ്. ഞാൻ ആ സ്കൂളിൽ പോയിട്ടുണ്ട്, ഊട്ടിയിലാണ്. അതിന്റെ ഇത് പറയല്ല, പരസ്യം പറയല്ല. അവിടെ കുട്ടികളോടൊപ്പം കളിക്കുന്ന തോമസ് സാറിനെ നമ്മൾ കാണുള്ളൂ. അദ്ദേഹം ആ സ്കൂളിനിട്ട പേരും ഗുഡ് ഷെപ്പേർഡ്, നല്ല ആട്ടിടയൻ എന്നാണ്. അതുകൊണ്ട് നമ്മൾ രക്ഷിതാക്കൾ ബലം പിടിച്ചിരിക്കല്ലേ, എന്നെ കാണുമ്പോഴേക്ക് എഴുന്നേറ്റ് നിൽക്കണം, എന്റെ കുട്ടികളൊക്കെ ഭയങ്കര ആദരം വേണം എന്ന് മാത്രം വിചാരിക്കല്ലേ. സ്നേഹപൂർവ്വം കിട്ടുന്ന ഒരു ആദരമുണ്ട്. വാപ്പ എവിടെ കാണുമ്പോ, ഞങ്ങൾക്കൊരു ഉസ്താദ് ഉണ്ടായിരുന്നു അബൂബക്കർ ഫൈസി, ഒരടിയും ഞങ്ങൾ അടിക്കുമായിരുന്നില്ല. പക്ഷെ പാടത്തിന്റെ അപ്പുറത്ത് കാണുമ്പോ ഞങ്ങൾ പാടത്തിന്റെ ഇപ്പുറത്ത് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. മനസ്സിലുള്ള ആദരം കൊണ്ട്, മനസ്സിലുള്ള സ്നേഹം കൊണ്ട്. ഞങ്ങളുടെ ഖത്തീബ് ഉണ്ടായിരുന്ന കുഞ്ഞു മുസ്ലിയാർ, ഒരടിയും ഞങ്ങൾ അടിച്ചിട്ടില്ല. പാടത്തിന്റെ അങ്ങേ തലയിൽ നിന്ന് കാണുമ്പോ പാടത്തിന്റെ മറുകരയിൽ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ബഹുമാനത്തിന്റെ എഴുന്നേറ്റ് നിൽപ്പ്, ഭയത്തിന്റെ എഴുന്നേറ്റ് നിൽപ്പല്ല. പടച്ചോ നിങ്ങൾ അങ്ങനെ ഒന്ന് കണ്ടുവെക്കിൻ. പേടിച്ചിങ്ങാണ്ട് നിസ്കരിക്കാൻ പോകല്ലേ, അപ്പൊ കടമ പോലെ നിർവഹിച്ചു വരും. സ്നേഹിച്ചോണ്ട് നിസ്കരിക്കാൻ പോയി വെക്കിൻ, അപ്പൊ അള്ളാഹിനോടൊരു വല്ലാത്ത സ്നേഹം നമുക്ക് തോന്നും. ആ സ്നേഹമാണ് എന്നും നിലനിൽക്കേണ്ടത്. രക്ഷിതാക്കളെ പേടിച്ചാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഊട്ടിയുടെ ചുരം കയറുമ്പോ സുഹൃത്തുക്കൾ പറയും, എടാ ഈ സിഗരറ്റ് ഒന്ന് വലിച്ചു വെക്കാന്ന്. അപ്പൊ ഓനിങ്ങനെ തോന്നും, ഇപ്പൊ വാപ്പ അവിടെ ഇല്ലല്ലോ വലിക്കാമല്ലോ എന്ന്. വാപ്പനെ പേടിക്കുന്ന കുട്ടികളാണെങ്കിൽ ഊട്ടി ചുരം കയറുമ്പോ വലിക്കാൻ തുടങ്ങും. കാരണം വാപ്പ അവിടെ ഇല്ലല്ലോ. വാപ്പനെ സ്നേഹിക്കുന്ന കുട്ടികളാവുമ്പോ, സോറി എനിക്ക് വേണ്ട, എന്റെ വാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് വലിക്കരുത് എന്ന്. എന്റെ വാപ്പ എവിടെ പോയാലും മോനെ അത് നീ തുടരുത് എന്ന് സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വാപ്പാന്റെ മോനായതുകൊണ്ട് എനിക്ക് വേണ്ട നമ്മൾ പറയും. വാപ്പയെ സ്നേഹിക്കണം, ഉമ്മയെ സ്നേഹിക്കണം. ഇവിടെ ഇപ്പതാ കുറെ വയസ്സത്തികൾ വന്നിരിക്കണം. പാവ വയസ്സത്തികൾ എന്നാണ് അവർക്ക് ഇഷ്ടാവൂല കേട്ടോ, എന്നാലും പറയാ ഉമ്മാമ അവർ വന്നിരിക്കണ്ട. നിങ്ങളെല്ലാം ഷാളൊക്കെ അണിയും, നല്ല ഉഷാറായിട്ട് നിങ്ങൾ ഇവിടെ നിന്നൊക്കെ അണിഞ്ഞു പോകും. പക്ഷെ വീട്ടിലെത്തുന്ന സമയത്ത് മരോള് ചക്കി കൊക്കി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഉമ്മാമാക്ക് എന്താ ആദര കിട്ടുക? ഇവിടെ അങ്ങനത്തെ മരോൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ. പാറമ്പൽ അങ്ങനത്തെ മരോൾ, കാരണം നിങ്ങൾ തറവാട്ടുകാരാണ്. ഇവിടത്തെ ഈ ഷാള് അത് 500 രൂപ 1000 രൂപന്റെ ഷാളായിരിക്കും, ചിലപ്പോൾ 2000ന്റെ ഷാളായിരിക്കും. ആ ഷാളിനേക്കാൾ പ്രധാനം എന്താണെന്നറിയോ? ഇവിടെ നിന്നാണ്ട് ഇറങ്ങിപ്പോണ സമയത്ത് നിങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ മരോള് വന്ന് കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കൊണ്ടോലുണ്ടല്ലോ, അതാണ് അതിലും വലിയ ആദരം. സ്വന്തം ഉമ്മയെപ്പോലെ അമ്മായിമ്മയെ കൈ പിടിച്ചുകൊണ്ടോണം. ഇവിടെ എത്ര അമ്മായിമാരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മരുമക്കൾക്ക് ഉമ്മ കൊടുത്ത അമ്മായിമ്മ. ഉംറക്ക് പോകുമ്പോൾ മാത്രം കൊടുക്കാനുള്ളതല്ല ഉമ്മ, മനസ്സിലായോ? അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് ആശുപത്രിക്ക് എടുക്കുമ്പോൾ മാത്രം കൊടുക്കാനുള്ളതല്ല. അമ്മായിമ്മമാരും മരുമക്കൾക്ക് ഉമ്മ കൊടുക്കുന്ന കാലം വന്നാൽ സുന്ദരമായൊരു ലോകം ഉണ്ടാവും. ചിലർക്ക് അതൊന്നും ദഹിക്കൂല. ഇനിയിപ്പോൾ മരോൾക്ക് ഉമ്മ കൊടുത്തിട്ട് അവിടെ മക്കൾക്ക് ഉമ്മ കൊടുക്കാറില്ല, എന്നിട്ട് അവ മരോൾക്ക് ഉമ്മ എന്നുള്ളതാണ്. ഈ മരുമക്കൾ ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ. ഒരു വീട്ടിൽ ജനിച്ച് താമസിച്ച് അവിടെ 18-20 വയസ്സ് വരെ വളർന്ന് ഒരു പരിചയമില്ലാത്തൊരു പെരയ്ക്ക് പോവാൻ ആശങ്ക ഒരു ഭാഗത്ത്, ആശ്ചര്യം ഒരു ഭാഗത്ത്, സന്തോഷം വേറൊരു ഭാഗത്ത്, സന്താപം മറ്റൊരു ഭാഗത്ത്. എന്നിട്ട് കയറി വരുമ്പോ ഈ അമ്മായിമ്മ എങ്ങനെയായിരിക്കുമെന്നൊരു ചിന്തയാണ്. അതിന് ഇവിടുന്ന് ഉമ്മ ഇടക്കിടക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, എടീജ് നല്ലോണം മുറ്റടിച്ചട്ടാ, അവിടെ പോയാൽ അമ്മായിമാകെ പ്രശ്നാക്കും, എടീജ് നല്ലോണം ചോറച്ചട്ടോ, അവിടെ പോയ അമ്മോശാങ്കാകെ പ്രശ്നാക്കും എന്ന് പറഞ്ഞ ഈ കുട്ടിന്റെ ധാരണ എന്താണെന്നറിയോ? അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ ഡാഗിനി അമ്മൂമ്മയും അമ്മോശം എന്ന് പറഞ്ഞാൽ കുട്ടൂസനും, പിന്നെ അവിടെ ചില നാത്തും കുട്ടികളുണ്ടാവും ഓലെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയ പിന്നെ അവിടുത്തെ ജ്യേഷ്ഠന്റെ മക്കളൊക്കെ ഉണ്ടാവും, അത് ലുട്ടാപ്പികളും. അതേമാതിരി അവിടുത്തെ നാത്തൂന്റെ പുതിയാപ്പളമാര് വിക്രമനും മുത്തുവും ഇതൊക്കെ ആയിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോണത് തന്നെ. അത്രമാത്രമേ അമ്മായിമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. എന്ത് ഇതൊക്കെ ബാലരമയിലെ കുറെ കഥാപാത്രങ്ങളെ കുട്ടികൾക്ക് ഇതൊക്കെ അറിയാം. ഭയങ്കര പഴക്കൽ ആൾക്കാർക്ക് അത് അറിയാത്തതുണ്ടാവും. ഇങ്ങനെ പേടിച്ചിട്ട് അങ്ങോട്ട് പോണത് തന്നെ. ആ കുട്ടിയെ ഒന്ന് ചാരത്ത് ചാർത്തി ഒന്ന് തോളത്ത് കൈയിട്ട് നടന്നാൽ എന്താണ്? ഇന്നും ഞാൻ വിചാരിച്ചത് ഈ സാമ്പത്തികമൊക്കെ വരുമ്പോൾ അതൊക്കെ മാറുന്നതാണ്. വെറുതെ പറയാട്ടോ, സാമ്പത്തികം വരുമ്പോൾ അത് മാറൂല. പഴയ കാലത്ത് കല്യാണം എങ്ങനെ നടന്നിരുന്നത് നിങ്ങൾ പറ. ഒരു വീട്ടിൽ ഇപ്പൊ ഈ വീട്ടിൽ കല്യാണം ആണെങ്കിൽ അയൽവാസികൾ മുഴുവനും കല്യാണത്തിന്റെ 2 ആഴ്ച മുമ്പേ വരും പന്തലിടാന്. ആ നമ്മൾ അയൽവാസികൾ വന്നിട്ട് അവിടുന്ന് കഴുങ്ങട്ട് അമ്മക്ക്, ഇവിടുന്ന് ഓല കൊണ്ടരമ്മക്ക്, അയൽവാസികളൊക്കെ പാടത് കെട്ടിക്കൊടുക്കും. അന്ന് ഈ പറഞ്ഞ പിന്നെ പന്തൽ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. പ്ലേറ്റുകൾ ആരാ കൊടുത്തിരുന്നറിയോ? അയൽവാസികളാ. എന്നിട്ട് അതിന്റെ ബാക്കിൽ നമ്മൾ ഇങ്ങനെ കുത്തിടും, ഇത് വീത്താത്താടുത്തത്, ഇത് കുരത്താത്താടുത്തത്, ഇത് സൂറത്താത്താടുത്തത് എന്ന് പറഞ്ഞിട്ട് കസേരകൾ എവിടുന്നാ കൊടുത്തിരുന്നത്? അയൽവാസികളിൽ നിന്ന്.
ആരെയും ഈ പിന്നെ മസാലകൾ പൊടിച്ചിരുന്നത്, അരികൾ ചേറിയിരുന്നത് അയൽവാസികൾ എല്ലാവരും കൂടി വരും. പുതിയ തലമുറ ഇത് മനസ്സിലാക്കണം. എന്നിട്ട് ഇങ്ങനെ അരി ചേറിത്തരും. 2 ആഴ്ച മുമ്പേ അരിയിലെ കല്ല് മാറ്റുന്ന പണി അയൽവാസികൾ പൂർത്തിയാക്കി തരും. കാരണം ഇത് ആമിനത്താത്താന്റെ മാത്രം മോളെ കല്യാണമല്ല, ഞങ്ങൾ എല്ലാരും കുട്ടിയുടെ കല്യാണാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയോ ഈ ഒരു വരല് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആൾക്കാർ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കുന്താണി എന്ന് പറഞ്ഞ വേറെ സാധനം ഉണ്ടായിരുന്നു, അതും കണ്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഒരു സിംബോളിക് ആയിട്ടെങ്കിലും അവിടെയൊക്കെ വെക്കണം. എന്നിട്ട് അയൽവാസി താത്ത വന്നിട്ട്, അപ്പുറത്തെ സൂറത്താത്തി ഇപ്പുറത്തെ കൂരത്താത്തി, ഇതാണ് ഞങ്ങളെ 2 അയൽവാസികൾ. ഇവർ 2 ആൾ വന്നിട്ട് ഒലക്കേറ്റൊരു ഇടിക്കലുണ്ട്. ഒരുമല്ലാത്ത ഒരു പെണ്ണുങ്ങൾക്ക് ഒലക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ഇത് നാടൻ വർത്താനായിട്ട് നിങ്ങളോട് പറയാന്ന് വിചാരിക്കരുത്. അത്ര ഒരുമയായിരുന്നു, അത്ര ഐക്യമായിരുന്നു. ഇന്ന് അയൽവാസിന്റെ വരലെ പന്തലൊക്കെ ഇട്ടിട്ട് ആ കല്യാണത്തിന്റെ അന്ന് 12 മണിക്ക് സ്പ്രേ ഒക്കെ പൂസിയിട്ടൊരു വരവാൻ. അയൽവാസിനോടുള്ള ബന്ധം ബിരിയാണി കഴിക്കലിൽ മാത്രമായി നമ്മൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു. കുടുംബത്തോടുള്ള ബന്ധം വാട്സപ്പിൽ മാത്രമുള്ള ചാറ്റായി മാറിക്കഴിഞ്ഞു. എന്തിനേ കുടുംബസംഗമം എന്നറിയോ? ഈ പുതിയ തലമുറ മനസ്സിലാക്കണം, നിങ്ങൾ ഒരുപാട് പഠിച്ചുയരുന്നുണ്ട്, A+ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. ഞാൻ ആ A+ മുഴുവൻ ഏറ്റവും നല്ല സല്യൂട്ട് തന്ന് അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ നല്ല പാട്ടുകാർക്ക് A+ ഇല്ല, ഇവിടെ നല്ല കളിക്കാരന് A+ ഇല്ല, നല്ല ലീഡർക്ക് A+ ഇല്ല, ഇവിടെ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നവന് A+ ഇല്ല, നന്നായിട്ട് ഓർഗനൈസ് ചെയ്യുന്നവന് A+ ഇല്ല, നല്ല രാഷ്ട്രീയക്കാർക്ക് A+ ഇല്ല. ഇങ്ങനെ കാരണം സ്റ്റുഡൻഷിപ്പിലും നല്ല പൊളിറ്റിക്സ് കളിച്ച കുട്ടികളുണ്ടാവും നന്നായിട്ട്, അവർക്ക് പോലും A+ ഇല്ല. വെറും കാണാപ്പാടം പഠിച്ച് തലയിലേക്ക് കയറ്റിയിട്ട് അത് 2.5 മണിക്കൂർ കൊണ്ട് ഛർദ്ദിക്കുന്നവർക്ക് മാത്രമേ A+ എന്ന് പറയുന്ന സാധനമുള്ളൂ നമ്മുടെ നാട്ടില്. പക്ഷെ നിങ്ങൾ അറിയോ, നമ്മുടെ കുട്ടികൾ കേമന്മാരാണ്, നമ്മുടെ കുട്ടികൾ ഉയർന്ന പൂവാണ്. അവരെ കൂടെ നിൽക്കാൻ നമുക്ക് പറ്റണം. ഒന്ന്, ഞാൻ എണ്ണി പറഞ്ഞാൽ അവർക്ക് വേണ്ടി ചില ലക്ഷ്യങ്ങൾ നിങ്ങൾ മുമ്പിൽ വെക്കണം. അതാ 1ാമത്തെ ലക്ഷ്യം. ഞാൻ പറയാം, എന്റെ രക്ഷിതാക്കളോട് എപ്പോ പറഞ്ഞത്, 1ാമത്തെ ലക്ഷ്യം സ്പിരിച്വലാണ്. ആത്മീയപരമായി അവരെ ഉയർത്താൻ നിങ്ങൾക്ക് പറ്റണം. അത് ഇമ്പോസ് ചെയ്തിട്ടല്ല, ഇൻസ്പയർ ചെയ്തിട്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ, ഇപ്പൊ തുടക്കത്തിൽ തന്നെ ഖിറാഅത്ത് നടത്തുന്നത് ഹാഫിദ് ഹബീബ് എന്ന് പറയുന്ന കുട്ടിയാണ്. ആ കുട്ടിയോട് എഴുന്നേറ്റ് നിന്നാട്ടെ. ഇവിടെ ഉണ്ടോ ഹാഫിദ് ഹബീബ്? നമ്മളെ പാറമ്മല കുട്ടിയാണല്ലേ? എവിടെ പോയാ? ഭക്ഷണം കഴിക്കാൻ. ആ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ ഭക്ഷണം കഴിക്കാൻ എണീറ്റു പോകും. നമുക്കിത് കഴിഞ്ഞിട്ട് പോരെ ഭക്ഷണം? പോരെ? കഴിയാറായി. അതേപോലെ ഒരുപാട് ഹാഫിലിങ്ങളുള്ള ഖുർആൻ നന്നായിട്ട് പഠിച്ച കുട്ടികൾ ഇവിടെ ആദരിക്കപ്പെടണം. അങ്ങനത്തെ കുട്ടികൾ വളർന്നു വരെ സ്പിരിച്വലായി നമ്മുടെ കുട്ടികൾ വളരട്ടെ. പടച്ചോനോട് അടുക്കുന്ന, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന, നമ്മളൊക്കെ വയ്യാതെ കിടക്കുന്ന സമയത്ത് ആകാശത്തിന്റെ തമ്പുരാന്റെ നേരെ കൈയൊന്ന് ഉയർത്തുമ്പോഴേക്ക് ആകാശത്തിൽ നിന്ന് മർശിക്കിലിങ്ങി തീരുമാനം വരുന്ന സ്പിരിച്വൽ ക്വാളിറ്റി ഉള്ള കുട്ടികൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ മയ്യത്ത് കൊണ്ടുവന്ന പള്ളിയിൽ കിടത്തുമ്പോ അന്ന് ളുഹ്ർ പോലും നിസ്കരിക്കാത്ത, പാന്റ് ചവിട്ടി പിടിച്ചിട്ട് യോയോ ആയി നടക്കുന്ന കുട്ടികളിൽ നമുക്ക് പ്രതീക്ഷയില്ല. ആ കുട്ടികളെ മാനിച്ചോണ്ടും സ്നേഹിച്ചോണ്ടും പറഞ്ഞോട്ടെ. പക്ഷെ ഖുർആൻ പഠിച്ച, ഹദീസ് പഠിച്ച, നല്ല സ്പിരിച്വലായി എല്ലാവരെയും ആദരിച്ചു കാണുന്ന, പ്രത്യേക സംഘടനയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താത്ത നല്ല മക്കൾ അള്ളാഹുവിന്റെ മുമ്പിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോ കണ്ണു നിറയും. സ്വന്തം മാതാവായി കിടക്കുന്നത്, സ്വന്തം പിതാവായി കിടക്കുന്നത്, സ്വന്തം ജ്യേഷ്ഠനായി കിടക്കുന്നത്, അതിനുവേണ്ടി തയ്യാറാക്കണം. ഇവിടെ ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒരാളെ പറഞ്ഞോട്ടെ, അത് രാഷ്ട്രീയം ഏതായാലും ഞാൻ പ്രത്യേക രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും മെമ്പർഷിപ്പ് ഉള്ള ആളോ ലീഡർഷിപ്പ് ഉള്ള ആളോ അല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, സേഠ് സാഹിബിനെ ഞാൻ ഇവിടെ ഓർത്തു പോവാണ്, ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബിനെ. രാഷ്ട്രീയമൊക്കെ നിങ്ങൾ മറന്നേക്കിൻ. അദ്ദേഹം ഇന്ദിരാജിയുടെ കാലത്ത് മുതലുണ്ട്, അതേപോലെ രാജീവ്ജിയുടെ കാലത്ത് മുതലുണ്ട്. പക്ഷേ എല്ലാവരും ആദരപൂർവ്വം സേഠ് സാബ് എന്ന് അങ്ങോട്ട് പറയായിരുന്നു. കാരണം അദ്ദേഹത്തിനോടുള്ള ആത്മീയപരമായ ഒരു ഇതുകൊണ്ട് സേഠ്ജി എന്ന് അങ്ങോട്ട് പറയായിരുന്നു. അദ്ദേഹം ആര് വന്നാലും എഴുന്നേൽക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഒരു ഹാഫിദ് അതിലൂടെ നടന്നു പോകുന്നു എന്ന് കാണുമ്പോ, വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയ ഒരാൾ വിദൂരതയിലൂടെ കടന്നു പോകുന്നു എന്ന് കാണുമ്പോ മെല്ലെ എഴുന്നേറ്റ് അവന്റെ അരികിലേക്ക് പോയി ആദരിക്കുമായിരുന്നു. കാരണം ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സ്കോളർ ആകുമ്പോ അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് പാർലമെന്റിനെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അവസാനം വെച്ച് ചിലപ്പോൾ രാഷ്ട്രീയത്തിന്റെ പടനിലം മാറിയിട്ടുണ്ടാകാം. അതൊന്നും ഞാൻ വകവെക്കാതെ പറഞ്ഞോട്ടെ, സേഠ് സാഹിബ് അതിമനോഹരമായി വിശുദ്ധ ഖുർആൻ എടുത്തുയർത്തിക്കൊണ്ട്
4 പെണ്ണ് കെട്ടലല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. This world and also hereafter only in the perfect എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധി പോലും പാർട്ടിയിലുള്ള ആളുകൾ ഒരുപാട് ഈ കൂട്ടത്തിലുണ്ടാകും. ഇങ്ങനെ ഇരുന്നു കൊണ്ട് അന്തിച്ച അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. Almighty Allah subhanahu wa ta'ala puts all the success in this world and also hereafter only in the perfect deen എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആന്റെ ആയത്തിനെ അതിമനോഹരമായി അദ്ദേഹം പാർലമെന്റിൽ പറയുമ്പോ രാജീവ് ഗാന്ധിയെ പോലെയുള്ള ഇന്ദിരാജിയെ പോലെയുള്ള ആളുകൾ അന്തിച്ചു നിന്നിട്ടുണ്ട്, ആദരപൂർവ്വം അതിനെ കണ്ടിട്ടുണ്ട്. സ്പിരിച്വാലിറ്റി ആർക്കും എതിരല്ല. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്നതിന്റെ പേരാണ് സ്പിരിച്വാലിറ്റി. അത് പോയിട്ട് ഏതെങ്കിലും വർഗീയതയുടെ തൊഴുത്തിൽ കെട്ടരുത്. അങ്ങനെ കെട്ടാൻ ഒരിക്കലും നമ്മൾ സമ്മതിക്കരുത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ആത്മീയപരമായി ഉയർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അതേ കുട്ടിയെ, ഇതേ ഹാഫിളിനെ, ഇതേ ദീന് പഠിച്ച ആളെ IAS എഴുതിപ്പിക്കാനും നമ്മൾ മടിക്കരുത്. അല്ലാതെ ഹാഫിലിങ്ങളൊക്കെ ഇങ്ങനെ വേറെ വയ്ക്കും, ഇവരൊക്കെ വേറെ വയ്ക്കുന്നില്ല. എല്ലാം കൂടി ഒരു കുട്ടിയിൽ ഉണ്ടാകണം. എല്ലാം കൂടി നമ്മുടെ കുട്ടി, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കുട്ടി ഒരു വലിയ ഓഫീസറാന്ന് വിചാരിക്കും. ചില പ്രോട്ടോകോൾ ഉണ്ടാകും, ചിലപ്പോൾ അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത്. ആ പ്രോട്ടോകോൾ അല്ലാത്ത കാര്യത്തിന് ഒരു ദിവസം പള്ളിയിലെ ഇമാമ് ജുമക്ക് വന്നില്ല, അല്ലെങ്കിൽ അയാൾ വഴിക്ക വെച്ചിട്ട് എന്തെങ്കിലും ആക്സിഡന്റ് ആയി, അദ്ദേഹത്തിന്റെ കയ്യിലാണ് നബാത്തി കുത്തുബന്റെ ഏടെന്ന് വിചാരിച്ചോളി. കാരണം സുന്നി പള്ളികളിലൊക്കെ ഓതാൻ ഒരു ഏടുണ്ടല്ലോ, അതും കൊണ്ട് വരികയാണ്. അതിലൊക്കെ ആക്സിഡന്റ് ആയി മുപ്പത് ആശുപത്രി കൊണ്ടുപോയി. ഏടും അവിടെ ഇല്ല, ജുമക്കാരും കുത്തുപോതാനില്ല. ആ സമയത്ത് എന്താക്കണം എന്നറിയോ? ആ സമയത്ത് കളക്ടറായിട്ടുള്ള ഈ മനുഷ്യൻ, സജാദ് മാത്രമല്ല വേറുള്ളവരൊക്കെ പറ്റിയാ പറഞ്ഞത്, അദ്ദേഹം ഖുതുബയിലേക്ക് കയറി, മിമ്പറിലേക്ക് കയറി, അന്നത്തെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഖുതുബ നിർവഹിക്കാൻ പറ്റുന്ന പ്രാപ്തനായ ആള് കൂടിയാകുമ്പോഴാണ് സ്പിരിച്വൽ എഡ്യൂക്കേഷനും അതേപോലെ തന്നെ ഇന്റലക്ച്വൽ എഡ്യൂക്കേഷനും ഒരേപോലെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നുള്ളൂ എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ ഇതിന് കുറെ ആൾക്കാർ വേറെ, അതിന് കുറെ ആൾക്കാർ വേറെ എന്നതല്ല. എല്ലാറ്റിനും പറ്റിയ കുട്ടികളായി നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കണം. ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. നമ്മുടെ ചുറ്റുവട്ടത്ത് ഹൈന്ദവരുണ്ടാകും, അപ്പുറത്തെ ക്രിസ്ത്യൻ ആളുകൾ ഉണ്ടാകും. ഒരാളെയും മനസ്സിൽ പോലും കുനിഷ്ടോടെ നോക്കരുത് എന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് പാറമ്മല മാത്രം കുട്ടികളോടെല്ലാം പറഞ്ഞത്, മുഴുവൻ മുസ്ലിം കുട്ടികളോടും ഞാൻ പറയുന്നു, നമ്മൾ വർഗീയപരമായി ചിന്തിക്കരുത്. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ ഇപ്പുറത്തിരുന്നിരുന്നത് സുധീറായിരുന്നു, ഇപ്പുറത്ത് രമേശനായിരുന്നു, ഇപ്പുറത്ത് ഗോപിയായിരുന്നു, ഇപ്പുറത്ത് ശശിയായിരുന്നു. ഇതിന്റെ ഇടയിൽ ഇരുന്നിട്ടാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചത്. ഇന്നും ആ ശശിയുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്, ആത്മബന്ധമുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അന്നും ഇന്നും എന്നും എന്റെ കളിക്കൂട്ടുകാരിൽ 1-ാം സ്ഥാനത്ത് ഞാൻ നിൽക്കുന്നത് പ്രവീൺ എന്ന് പറയുന്ന എന്റെ സുഹൃത്തിനെയാണ്. അതുകൊണ്ട് ഇസ്ലാമികപരമായി ഉയർന്നു പോയി എന്നതിന്റെ പേരിൽ പ്രവീൺമാരെ ഒഴിവാക്കുന്ന പരിപാടി നമുക്കില്ല. പ്രവീണ് അമ്പലത്തിൽ പോയി നന്നായി പ്രാർത്ഥിക്കുന്ന ആളാണ്. അതിന്റെ പേരിൽ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ചന്ദനക്കാവ് അമ്പലത്തിലേക്ക് കയറുമ്പോ പറയേണ്ടൊക്കെ വേറെ കാര്യം, പക്ഷെ സൗഹാർദ്ദം നമ്മൾ നോക്കണല്ലോ. ചന്ദനക്കാവ് അമ്പലത്തിലേക്ക് പരീക്ഷന്റെ ഒന്നും കയറും, എന്നിട്ട് ഇന്ന സുലൈമാന്റെ ഷോട്ടാക്കിയിട്ട് സുലു എന്ന് വിളിക്കുക, സുലു അനക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാട്ടോ. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അത് അവന്റെ വിശ്വാസമാണ്. നീയും പരീക്ഷയെ പാസ്സാകാൻ ഞാൻ പ്രാർത്ഥിക്കാട്ടോ എന്നെ കയറുക. മിനിഞ്ഞാന്ന് അവന്റെ അമ്മ മരിച്ചു. മിനിഞ്ഞാന്ന്, ഞാനിത് പറയുമ്പോ മിനിഞ്ഞാന്ന് 2 ദിവസമായിട്ടുള്ള, ഇപ്പൊ നാട്ടിലുണ്ട്. അമ്മയുടെ ആ മരണ വാർത്ത കേട്ടിട്ട് എന്റെ മനസ്സാകെ പതറിയിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം എന്റെ ഉമ്മക്ക് ഈക്വലായിരുന്ന പ്രവീണിന്റെ അമ്മയും. കാരണം വീട്ടിൽ പോകുമ്പോ ഭക്ഷണമായാലും പഴങ്ങളായാലും പായസമായാലും നമ്മളെ കഴിപ്പിച്ചൊരു പാവം സ്ത്രീയുടെ പേരാണ് രാധാമണി എന്നറിയപ്പെടുന്ന പ്രവീണിന്റെ അമ്മ. മണിയടത്തി എന്നായിരുന്നു ഞങ്ങൾ വിളിച്ചിരുന്നത്. ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരുടെ അമ്മമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ അമ്മൂമ്മമാർ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. ഇത് വർഗീയപരമായ ചിന്താഗതികൾ പാടില്ല എന്ന് ഉച്ചൈസ്തരം മൈക്കിൽ പറഞ്ഞ പോരാ. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണ് ഇസ്ലാം എന്നറിയോ? സുജൂദിൽ കിടന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, സുജൂദിൽ കിടന്നിട്ട് പ്രാർത്ഥിക്കണം. കുട്ടികൾ എല്ലാവരും കുട്ടികൾ തന്നെയാണ്. കുട്ടികൾ ചെറുപ്പത്തിലെ മരിച്ചാൽ സ്വർഗത്തിലേക്കാണ്. അതുകൊണ്ട് പടച്ചോനെ, ലോകത്തിലെ ഒരു കുഞ്ഞും ഏതെങ്കിലും രീതിയിൽ മരണപ്പെടല്ലേ, അപകട മരണമോ യുദ്ധത്തിലോ മരിക്കല്ലേ, അതാരുടെ മക്കളായാലും ശരിയെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. പടച്ചോനെ, കലാപമില്ലാത്ത ഭൂമികയായി എന്റെ ഭൂമിയെ മാറ്റണേ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അത്ര വിശാലമായ കാഴ്ചപ്പാടോടെയുള്ളവരായി നമ്മൾ ഓരോരുത്തരും മാറണം.